ചേട്ടൻ ചോറ് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില്ല. എനിക്ക് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കീറ്റോഡേറ്റ് നിർത്താനുള്ള കാരണം ഈ ചോറാ. എനിക്ക് ചോറ് ഒരു നേരമെങ്കിലും മതി. അവസാനം ഞാൻ ആ ജിമ്മിലോട്ട് പോകാണ്ടായി. നമുക്കത് മാക്സിമം എന്ത് സംഭവിക്കും, നമ്മൾ കുറച്ച് മെലിയും, ഇത്രയല്ലേ ഉള്ളൂ. അല്ലല്ല, ചോറ് കഴിക്കാതെ നമ്മൾ കുറച്ച് മെലിയും. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം വേണ്ടെന്ന് വെക്കേണ്ട എന്ത് കാര്യമുള്ളത്? റിമി കഴിക്കും. റിമി ഞാൻ കഴിക്കാറുണ്ട്, ഞാൻ കഴിക്കുന്നില്ല. ഇതിന് ഈ കഴിക്കുന്ന ഭക്ഷണവും ശരീരവും തമ്മിൽ ഒരു ബന്ധമില്ലാതെ നമ്മൾ മനസ്സിലാക്കുന്ന മിയെ കാണുമ്പോഴാണ് എമ്മാരി തീറ്റയാണെന്ന് അറിയാം. ആ പ്രൊഡ്യൂസർ സൈഡിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നോക്കും. അല്ല, അത് ചിലർക്കും, എന്റെ അനിയത്തൊക്കെ എങ്ങനെയാ, ഈ മെറ്റബോളിസം കൂടുതലാണ്. അതാണ് സംഭവം. എന്താ ദഹിപ്പിച്ച് കളയോ? എനിക്കറിഞ്ഞൂടാ, ഞാൻ ഈ ഡയറ്റൊന്നും പരീക്ഷിച്ചിട്ടില്ല. ഓക്കെ, മിയയ്ക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടി കൊടുക്കാൻ പോയിട്ടാ. കാരണം നമ്മൾ മെഴുകുതിരിയിലൂടെ വീണ്ടും വരികയാണ്. മിയ എന്നൊരു കുട്ടിയെ കാണുമ്പോ തന്നെ എല്ലാവരും മനസ്സിലൂടെ, നേരത്തെ ചേട്ടനോട് ചോദിച്ച പോലെ വരുന്നത് ഈ ഒരു സിനിമയും ഈ ഒരു പാട്ടുമായിരിക്കും.